ഓണക്കാലത്ത് അത്തപ്പൂക്കളത്തിന് വേണ്ട പൂക്കൾ കൃഷി ചെയ്ത് വിപണിയിലേക്ക് എത്തിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ഇനി വരുന്ന ഒരാഴ്ചക്കാലം വിളവെടുപ്പിന്റെ തിരക്കിലാണ് പാറശാല കൊറ്റാമം ഫാത്തിമ പബ്ലിക് സ്കൂളിലെ മിടുക്കർ. പാഠ്യേതര പ്രവർത്തനം പൂക്കൃഷിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പൂ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് നിർധന രോഗികൾക്ക് ചികിത്സാ സഹായ പദ്ധതിയും ഇവർ രൂപീകരിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ഓണം ഒന്നൊന്നര ഓണം. സ്കൂൾ മുറ്റമാകെ പൂക്കൾ, മഞ്ഞയിലും ഓറഞ്ചിലും ജമന്തി ചെടികൾ തീർത്ത ഈ ഓണവസന്തത്തിന് പിന്നിൽ ഇവിടുത്തെ കൊച്ചുമിടുക്കരുടെ ദൃഢനിശ്ചയവും അധ്വാനവുമുണ്ട്. ഗ്രോ ബാഗിലും സ്കൂൾ ഗ്രൗണ്ടിലും മുറ്റത്തുമായി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട 1000-ഓളം ജമന്തി തൈകളാണ് ഓണത്തെ വരവേൽക്കാൻ പാറശാല കൊറ്റാമം ഫാത്തിമ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ നട്ടുപിടിപ്പിച്ചത്. ഞങ്ങളെ സ്കൂളിൽ തന്നെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല മണ്ണിലെ തൊട്ട് കൃഷി ചെയ്യുക, മണ്ണുമായിട്ട് ഭൂമിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഈ സ്കൂളിൽ എല്ലാവർക്കും തന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ ഈക്വലി കുട്ടികളുടെ ഒപ്പം ടീച്ചേഴ്സും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ ഇത്രയും റെഡിയാക്കി എടുക്കാൻ പറ്റിയത്. പ്രധാനാധ്യാപിക സൈന്യ ജോണിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ കർഷക ക്ലബിന്റെ ഉദ്യമം വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയായിരുന്നു. കൂടുതൽ നിന്നാലും ശരി, ഞങ്ങൾക്ക് വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം കംപ്ലീറ്റ്ലി ചാരിറ്റിക്ക് തന്നെയാണ് പോകുന്നത്. കുട്ടികൾക്ക് അത് വളരെ ഇൻട്രസ്റ്റഡ് ആണ്. കാരണം അവർ തന്നെ ചെടികൾ നടുക, കൃഷി വിളവെടുക്കുക, അത് അവർ തന്നെ സെയിൽസിന് കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് ഇൻകം വരുന്നു. അവരുടെ എക്സ്പെൻഡിച്ചർ എന്താണ്, ഇൻകം എന്താണ്, അല്ലെങ്കിൽ ആ ഇൻകം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് ഞങ്ങളുടെ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം. അത്തമെത്തിയപ്പോഴേക്കും പൂക്കൾ മൊട്ടിട്ട് തുടങ്ങി. ഇനി വരുന്ന ദിവസങ്ങൾ വിളവെടുപ്പ് ഉത്സവത്തിന്റെ കൂടി കാലമാണ്. സ്കൂൾ ഓണാഘോഷത്തിന് പൂക്കളമിട്ട ശേഷമുള്ള പൂക്കൾ വരും ദിവസങ്ങളിൽ തന്നെ വിപണിയിലെത്തും. പൂക്കൾ വിറ്റുകിട്ടുന്ന തുക നിർധന കുടുംബങ്ങളിലെ രോഗികൾക്ക് ചികിത്സാ സഹായമായി കുരുന്നുകൾ തന്നെ എത്തിക്കും. ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള പൂപ്പാടം തങ്ങളുടെ സ്കൂൾ മുറ്റത്ത് തീർത്ത നിറച്ചാർത്തുകൾ കണ്ട് സന്തോഷത്തിലാണ് ഒരു കൂട്ടം കുട്ടി കർഷകർ. റിപ്പോർട്ടർ തിരുവനന്തപുരം.